2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി സൗദിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായുള്ള കൂടിക്കാഴ്ചയാണ് സന്ദർശനത്തിലെ പ്രധാന അജണ്ട. ജിദ്ദയിലെ കിങ് അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഹൃദ്യമായ വരവേൽപ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചത്. മക്ക ഡെപ്യൂട്ടി അമീർ സൗദി ബിൻ മിൻഷാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. പ്രധാനമന്ത്രിയുടെ വിമാനം സൗദി വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചതു മുതൽ സൗദി എയർഫോഴ്സിന്റെ F-15 വിമാനങ്ങൾ അനുഗമിച്ചിരുന്നു. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. കിരീടാവകാശിയുമായുള്ള കൂടിക്കാഴ്ചയിൽ സുപ്രധാനമായ കരാറുകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെക്കും. സൗദിയിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി പ്രതിനിധികളുമായുള്ള കൂടിക്കാഴ്ച അല്പസമയത്തിനകം ഉണ്ടാകും. കൂടാതെ ഇന്ത്യൻ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ലേബർ ക്യാമ്പിലും പ്രധാനമന്ത്രിയുടെ സന്ദർശനമുണ്ട്. ഇന്ത്യ സൗദി സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് കൗൺസിലിന്റെ യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. സൗദിയിലെ 27 ലക്ഷത്തോളം വരുന്ന ഇന്ത്യൻ പ്രവാസികൾ ഏറെ പ്രതീക്ഷയോടെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ നോക്കിക്കാണുന്നത്. ഇത് 3ാമത്തെ തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി സന്ദർശിക്കുന്നത്. 2016-ലും 2019-ലുമായിരുന്നു ഇതിനു മുമ്പത്തെ സന്ദർശനം. ഊർജം, പ്രതിരോധം, വ്യവസായം, IT, ടൂറിസം തുടങ്ങി വിവിധ മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്തുന്ന കരാറുകളിൽ സൗദിയും ഇന്ത്യയും ഒപ്പുവെക്കും. ഇന്ത്യയുടെ സ്വകാര്യ ഹജ്ജ് കോട്ടയിലെ പ്രതിസന്ധി പ്രധാനമന്ത്രി സൗദി അധികൃതരുമായി ചർച്ച ചെയ്യുമെന്നാണ് സൂചന. സൗദിയുടെ ഏറ്റവും വലിയ 2ാമത്തെ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ. ഇന്ത്യയുടെ 5ാമത്തെ വ്യാപാര പങ്കാളിയാണ് സൗദി. $43 ബില്യൺ വ്യാപാരമാണ് 2023-24 ഇരു രാജ്യങ്ങൾക്കുമിടയിലുണ്ടായത്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ.